ഞങ്ങളിവിടെ ചെല്ലുന്നു. വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രത്യേക പള്ളിയുടെ മതമായി ഭക്തസംഘടനകളുടെ മലപ്പുറം സമാജം, സൺഡേ സ്കൂള്, വിജന സമാജം, വിശ്വാസ സംരക്ഷണ സമിതി എല്ലാത്തിൻ്റെയും പേരിലുള്ള അകാലമായ അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങൾ വളരെ വിനീതമായി സമർപ്പിക്കുന്നു. ഈ കുടുംബം ഇടവഴിച്ചിട്ടുള്ള എല്ലാ സേവനങ്ങളെയും മാനിച്ച് ബഹുമാനപ്പെട്ട ഇടവക സെക്രട്ടറി ഇപ്പോൾ അനുശോചന സന്ദേശം അറിയിക്കുകയുണ്ടായി. ഇടവയുടെ നിത്യകാലമായ ദുഃഖവും അനുശോചനവും വളരെ വിനയത്തോടുകൂടി ദിവസത്തിൽ അറിയിക്കുന്നു. അഭിയോഗ്യതാവായ ഇപ്പോൾ കൽപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. മറ്റ് പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാരെയും മാതാപിതാക്കന്മാരെയും സ്നേഹികളായ സന്നദ്ധ കുടുംബാംഗങ്ങളെ, ഈ പാപച്ചായ നമ്മളെ വിട്ടുപിരിഞ്ഞു. 92 വയസ്സുണ്ടായിരുന്നു. എല്ലാത്തിലും സമ്പന്നനായ ഒരു വ്യക്തിയാണ്. പുത്രസമ്പത്ത് കൊണ്ട്, സത്യവിശ്വാസം കൊണ്ട്, ആയുസ് കൊണ്ട്, ധനം കൊണ്ട് എല്ലാത്തിലും സമ്പന്നനായ ഈ അനുഗ്രഹനായ ഈ പിതാവിനെ യാത്രയയക്കുവാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഇടവയുടെ സെക്രട്ടറി ബഹുമാനനായ മാത്യൂസ് പറഞ്ഞതുപോലെ, ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ചു, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടു, മണ്ണിലേക്ക് തിരികെ പോകുന്നത് വരെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് ജീവിക്കേണ്ട വഴിയിൽ കൂടി തന്നെ പോയി സത്യവിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ തൽപരനായി ഏതോ കാര്യത്തിലേക്ക് ലക്ഷ്യമിട്ടുപോ ആ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കോണം ഈ പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും ഈ അനുഗ്രഹീതമായ ഇടവകയുടെ പ്രവർത്തനത്തിനു വേണ്ടി അന്ന് ഉറച്ചു നിന്നിരുന്ന ജനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ വിശ്വാസം തന്നെ അടിയുറച്ച് പൊരുതുവാനും അവർക്ക് വേണ്ടി എല്ലാവിധമായ ഒത്താശകളും കൊടുക്കുവാനും ആ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് നിന്ന് അതിനുവേണ്ടി വിജയഭേരി മുഴക്കുവാനും ഈ അനുഗ്രഹീത ദാസന് ദൈവം അവസരം കൊടുത്തിട്ടുണ്ട്. അതിനെയൊക്കെയും വളരെ അർത്ഥവത്തായിട്ട് പ്രയോജനപ്രദമായ പന്ഥാവിലൂടെ നയിക്കുവാൻ തക്കോണം ഈ അപ്പച്ചനെ പാപ്പച്ചായനെ ഉത്സുകനായി ജീവപര്യന്തം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അനുഗ്രഹീതമായ മാതൃകാ ശ്രേഷ്ഠത. മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ കാണുവാൻ അവരും ഇതേ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് അനവരതം പ്രഘോഷിക്കുവാനും പറയാനും സധൈര്യം നിൽക്കുവാനും അവർക്കിടയാകുവാൻ തക്കവണ്ണം മാതൃകാപരമായ ക്രിസ്തീയ ജീവിതത്തിൽ അന്തർലീനമായിരിക്കുന്ന അനർഗളമായ സത്യങ്ങളെ മാതൃകയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ദൈവനമ്പുരാനാണ് അനുഗ്രഹീതനായ പിതാവിനെ ഈ കരുത്ത് നൽകിയിരിക്കുന്നത്. ഇടവയ്ക്ക് നഷ്ടമാണ്. സഭയ്ക്ക് മാതൃകാപരനായ ഒരു സത്യവിശ്വാസിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പിതാക്കന്മാരൊക്കെയും അറിയുന്ന ഈ അനുഗ്രഹീതനായ വ്യക്തി സഭയുടെ സത്യവിശ്വാസം മുൻനിർത്തി സഭയ്ക്ക് വേണ്ടി നൽകുന്നതായ എല്ലാവിധമായ മാതൃകകളെയും എല്ലാവിധമായ സംഭാവനകളെയും ഇടവക ഓർക്കുകയാണ്. ഇവിടെ കാലാകാലങ്ങളിലുള്ള അനുഗ്രഹീതരായ അച്ഛന്മാർ ഇപ്പോൾ സേവനിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനൊക്കെയും അറിയുകയും ചെയ്തിട്ടുള്ളതൊക്കെയും അവർക്ക് ഈ പിതാവ് ലഭിച്ചിട്ടുള്ളത് അനുഗ്രഹീതമായ അവസ്ഥ കൊണ്ടാണ്.
അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ വിശുദ്ധ പിതാവിന് അനേകം വാസം നൽകിച്ചവനായ കർത്താവായ യേശുമിശിഹായ പിതാവിന് അനുഗ്രഹീതമായ വാസ്തവം ഒരുക്കി കൊടുക്കുക യാതൊരു സംശയമില്ല. വിശ്വാസം നല്ല പൊരുതവും ഓട്ടത്തിൽ വിശ്വാസം കാത്തു നീതുള്ള കിരീടം എനിക്ക് വേണ്ടി മടയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തന്റെ വാത്സല്യഭാജനമായ തീമോഥെയോസിനോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ അപ്പച്ചൻ നല്ല പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഉറച്ചു നിൽക്കുവാനുള്ള കോണം ഈ അപ്പച്ചന്റെ മകനെ ഷാജിയെ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നും സഭയ്ക്ക് വേണ്ടി വിശ്വാസം കടലാടുമ്പോൾ പെൺമക്കളും അവരും അവരുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തി ദൈവത്തിന് ഹാലയിലാവാടുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ വളരെയേറെയുണ്ട്. തോന്നിരിക്കുന്ന അച്ഛന്മാരൊക്കെ അതുകൊണ്ടാണ് ഇവിടെ അവരെ വന്നിരിക്കുന്ന പലവിധമായ ജോലി തിരക്കുകളുണ്ടെങ്കിൽ തന്നെയും ഈ അപ്പച്ചനെ യാത്രയ്ക്ക് വന്നിരിക്കുന്നത്. വാക്യത്തിൽ മാസമൊന്നിനും കൊള്ളുന്നില്ല, എന്നാൽ ആത്മാവിലേറിയതാകുന്നതും കൂട്ടിക്കൊണ്ട കോണം ഒരു സ്നേഹത്തിനിടയാക്കിയത് ഈ ശരീരത്തിനല്ല ആത്മാവ് വിലയേറിയതാണ്. അതുകൊണ്ടാണ് മനുഷ്യരും അന്യഹോയില്ല നാം ദൈവത്തെ സ്തുതിക്കുന്നു പറയുവാൻ കോണം ആ സങ്കീർത്തനക്കാലധികം വിലയേറിയതായ തിരുവചനങ്ങളെ പ്രഘോഷിച്ച് ആ മനുഷ്യർക്ക് പ്രാർത്ഥിക്കുന്ന മാത്രം നമ്മൾ കാണിക്കുന്നത്. നമ്മളതുകൊണ്ടാണ് ധൂപം വെക്കുന്നതും എന്റെ ശരീരം ഞാൻ വിമർശിക്കുന്നത് കഥാവായ ശിശിച്ചിട്ടുള്ളത് ഈ അനുഗ്രഹീതമായ ശരീര രക്തങ്ങളെ ഭക്ഷിച്ച് പാലം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദിവ്യമായ രീതിയെ കാണുകയും ഈ അപ്പത്തിനെ കഥാവായ വസ്ത്രം ധരിക്കുവാനാകണം ഏത് പ്രതീക്ഷയിലേക്ക് വിളിച്ചുവിളിക്കുന്നതായി കർത്താവ് തന്റെ മകനെ അനുഗ്രഹവാസ തീരത്തേക്ക് അടുപ്പിക്കുകയാണ്. ആ കളവനോട് പ്രതീക്ഷയിലിരിക്കും ഈ അപ്പത്തിന് വാസ്തവിക്കുകയാണ്. ആ കളർ വേദശാസ്ത്ര നിപുണനായിരുന്നില്ല, ഞാൻ പ്രമാണം പഠിച്ചിട്ടില്ല, പക്ഷെ മനസ്സിലായി കർത്താവ് ദൈവപുത്രനാണെന്ന്. നീ നിന്നോട് പ്രതീക്ഷയിലിരിക്കും. ഈ അപ്പത്തിന് പ്രതീക്ഷ അനുഭവമാണ് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നത്. നല്ല അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ അപ്പത്തിന് അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സ്നേഹിക്കുന്നവർക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഹൃദയം സങ്കല്പത്തില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്ത വാസസ്ഥലമാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് ആ അനുഗ്രഹീതമായ വലതുഭാഗത്തെ വാസസ്ഥലം ആദാമ്യ വംശത്തിന്റെ ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഏതെങ്കിലും തോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം ആ വാസ്തവം ഒരുക്കി ദൈവം കാക്ഷിക്കുന്ന പ്രകാരം ഈ പോലെ ലഭിക്കുമെന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ ശപിക്കപ്പെടരുന്നല്ല എന്റെ മകനെ എന്ന് വിളിക്കുന്ന ആ വിളി കേൾക്കുവാൻ ഈ അപ്പത്തിനിടയാകണമെന്ന് പ്രാർത്ഥിക്കാം. സന്തത കുടുംബങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ്. അഭിനന്ദ പിതാവായ പൗലോസിന് ഇവിടെയില്ല. തിരുമേനിക്ക് വേണ്ടിയുള്ളത് അനുശോചനം, നിരണം പത്തിരാശിന് വേണ്ടിയുള്ളതായ ആത്മീയ സംഘടനയ്ക്ക് വേണ്ടിയുള്ളതായ സഭയ്ക്ക് വേണ്ടിയുള്ളതായ അനുഷ്ഠാനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഗ്രഹീതമായ ഒരു യാത്രയിലേക്ക് ഈ പിതാവിന് കൊടുക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ അപ്പച്ചന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങൾക്ക് ദൈവദൈവീയമായ കൃപയും സമാധാനവും അനുഗ്രഹീതമായ അവസ്ഥയും ഉയരത്തിലെ സ്വർഗത്തിൽ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധൻ പരിശുദ്ധങ്ങളിൽ സ്തുതി. Sati
ദീർഘക്ഷമയും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യത്തിന്റെ ദിവ്യ ദൃഷ്ടിക്ക് ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും ദിവസമായി പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളും പരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മനുഷ്യ സുധാരനായ സത്യത്തെ കൊല്ലുവാനുമായി യേശുവിശിഹായ താല്പര്യമുള്ള സകലാത്മാക്കൾക്കും രക്ഷയും മരണമില്ലാതെ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൃഷ്ണപ്രകാരം വേഷപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവരെ ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന നിന്റെ ദാസനെ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. രണ്ടാമരണമാകുന്ന ചുഴിയിൽ നിന്നെ ഉദ്ധരിക്കണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ എന്നെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവനെ നീ രക്ഷിക്കണമേ. ഇവന്റെ പ്രമാണങ്ങൾക്ക് തക്കതുപോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവ്വരും കുറ്റക്കാർ തന്നെയാകുമല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും നിന്റെ ദാസനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കണമേ. ദൈവം തമ്പുരാനെ, തിരുനാമത്തിന്മാർക്കുള്ള അനുഗ്രഹീതവനങ്ങളിലെത്തുന്നതുവരെ ഈ നിന്റെ ദാസനെ ഓർക്കയും അനിയായും കാലം സഹായമായിരിക്കണമേ. അവിടെ അതില്ലാത്തതായ മഹിമയിൽ ആനന്ദിക്കണമേ. അബ്രഹാമിന്റെ വഴിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ അവനെ സംഗതിയാക്കണമേ. കർത്താവിന്റെ ആരാധന ഞങ്ങളെ എല്ലാവരെയും അയോഗ്യരാക്കണമേ. വെടിപ്പെട്ടതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കണമേ. കർത്താവെ, കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. മ്ലാനവതരായിരിക്കുന്നവർക്ക് പ്രസന്നതയെ നൽകണമേ. നിന്നെ സ്തുതിക്കുന്നവർക്കും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണം പ്രത്യാശയായതുകൊണ്ട് ഇവരുടെ മുഖത്തു കണ്ണുനീരും ദുഃഖവും നീക്കണമേ. കർത്താവേ, നിന്റെ വിഷയമായ പ്രത്യാശയും കൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും അഗ്നിയുമായ അവിടുത്തെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വാഹിച്ചിരിക്കുന്നതിന്റെ കൃപയാ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. അപ്രത്യക്ഷതരജായമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങോട്ട് പ്രാപിച്ചവനും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷകനും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആനന്ദമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്ധ്യവുമായ നിന്റെ നാമത്തെയും നിന്റെ പുത്രനെയും പരിശുദ്ധവുമായി സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. പിശാചുകളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യ ഗണത്തിൽ നിന്നും
ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ള പട്ടണത്തിലും ചെന്നു ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. ദിവസം
ജീവിക്കുന്നവരെല്ലാം ശരീരം നിങ്ങളുടെ ശരീരം ഉയർന്നു. പക്ഷികളുടെ ശരീരം എത്തുന്ന മത്സ്യങ്ങളുടെ ശരീരം ഉയർന്നു. സ്വർഗീയ ശരീരമുണ്ട്, ഭൗമിക ശരീരമുണ്ട്. എന്നാൽ സ്വർഗീയയുടെ ദേശം ഭൂമിയുടെ ദേശം മറ്റൊന്ന് സൂര്യദേശം. ചന്ദ്രന്റെ ദേശം നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം മനുഷ്യരിൽ വിധിക്കപ്പെടുന്നവൻ ശ്രുതിയിൽ ഉദാഹരണം ചെയ്യുന്നു. ഹീനമായി വിധിക്കപ്പെടുന്നു, ഒറ്റോട് ഉദാഹരണം ചെയ്യുന്നവർ ഹേതുവിടെ വിധിക്കപ്പെടുന്നു. വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടാകുന്ന
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷപ്രദമായ പ്രകാശലക്ഷ്മികളാൽ ഞങ്ങളെല്ലാവരെയും ആത്മാവിനെ പ്രശോഭിക്കണമേ. നാം 3 പ്രാവശ്യം ഗ്രഹിക്കപ്പെട്ടവരെ പോലീസിന്റെ ജനി ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സന്ദർഭമാണ്. വളരെ അടുത്തുള്ള ആളുകൾ മാത്രം ഇപ്പോൾ ബലം കൊടുത്ത് മുഖം കൂടുകയാണ്. Lord.
Devar
ഈ ശുശ്രൂഷയിൽ അതിവ്രതം നമ്മളെ സംബന്ധിച്ച എല്ലാ നല്ലവരായ ആളുകളും പ്രത്യേകമായി അറിയിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് പരിശ്രമം അനുഗ്രഹിച്ച പിതാവായ കള്ളവാസ്തുവിനെയോടുള്ള വളരെ സ്നേഹവും നന്ദി കടപ്പാടും ഇടവയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വളരെ വിനയത്തോടെ പിന്നീട് വാദങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന സംബന്ധിച്ച ബഹുമാനപ്പെട്ട വൈദിക വ്യത്യാസത്തിൽ നെബുവൽസൻ ലിമിനേഷൻ ഇതിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് അങ്ങനെ സംബന്ധിച്ചതായ അന്വേഷണത്തിനോടുള്ള നന്ദി, അതുപോലെ ബെന്നേഴ്സിനോടുള്ള നന്ദി പ്രത്യേകമായി വളരെ വിനയത്തോടുകൂടി അറിയിക്കുന്നു. വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തിലുള്ള ആളുകളൊക്കെ ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിലും ദേവാലയത്തിലുമൊക്കെ വന്ന് സന്ദർശിക്കുകയും വിശ്വാസം അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മുന്നണിലെ ജോസഫ് കുതിശ്ശേരിയുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ശരീരം സെമിട്രിയിലേക്ക് വിലാപയാത്രയായിട്ട് പോവുകയാണ്. അതിലുള്ള മുഴുവൻ ആളുകളും ലൈനായിട്ട് വിലാപയാത്രയിൽ സംബന്ധിക്കാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ ആംബുലൻസിൽ ശരീരം പ്രവേശിപ്പിക്കുകയും അതിനോട് ചേർന്ന് നമ്മുടെ മുഴുവൻ ആളുകളും പ്രാർത്ഥനയോടെ ഞാൻ ആലപിച്ചുകൊണ്ട് ഈ വിലാപയാത്രയിൽ സംബന്ധിക്കാനും സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച് അവിടെ നിന്ന് മടങ്ങുവാൻ സ്ഥലത്തോടെ അറിയിക്കുന്നു. അവിടെ പ്രത്യേകമായിട്ട് എല്ലാവർക്കുമായിട്ട് ഒരു ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി എല്ലാവരും സംബന്ധിക്കണമെന്ന് വളരെ